ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട്, അതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട്, അതിലുല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കർത്താവിന്റെ വിലയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുൻപിൽ വെപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-3 തിരുവചന ഭാഗങ്ങൾ ഒന്ന് വായിച്ചാൽ. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മതി. ഈ തിരുവചന ഭാഗം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനോഭാവവും ഈ വാത്സല്യ കുഞ്ഞിന്റെ മനോഭാവവും എങ്ങനെയാണ് എന്ന് ഒന്ന് ചിന്തിക്കണം. കവർച്ചപ്പടയായി പോകുന്ന സമയത്ത് ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായി നയമാന്റെ ഭവനത്തിൽ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയാണ്. അവൾ അടിമയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഭവനത്തിന്റെ നന്മ നമ്മളാണെങ്കിൽ ആഗ്രഹിക്കുമോ? ദൈവമക്കളാണ്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ ഉണ്ടാകണമെന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ ശരിയാണ്. അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ. കാര്യത്തോടടുക്കണം, അപ്പോഴാണ് സ്തോത്രം. പക്ഷേ ഒരു മാതൃകയുള്ള ഒരു അനുഗ്രഹീത പെൺകുഞ്ഞാണ് ഈ വ്യക്തി. അവളുടെ പേര് അവിടെ എഴുതിയിട്ടില്ല. സ്തോത്രം. അവൾ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൾ ദൈവത്തിൽ ആശ്രയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അവൾ വിശ്വാസമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. നമുക്ക് പലപ്പോഴും ഇല്ലാത്തതാണ് ഇതെല്ലാം. പറയുകയൊക്കെ ചെയ്യും, കാര്യമൊക്കെ ശരിയാ, എന്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. ഉറപ്പോടെ പറയുന്നവള്, അല്പം പോലും ശങ്കയില്ലാതെ അവൾ പറയുകയാണ്, മാറ്റിക്കൊടുക്കും. മാറിയില്ലെങ്കിലും കാര്യമൊക്കെ ശരിയാ, മാറിയില്ലെങ്കിലും
ആരുടെ വീട്ടിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം. ആരുടെ വീട്ടിലാണ് നിൽക്കുന്നത്? ആ മനുഷ്യനെ അവിടെ വരെ പറഞ്ഞു വിട്ടത് മാറിയില്ലെങ്കിലോ? നമ്മുടെ ഈ വിഷയം ഇതാണല്ലോ. നടന്നില്ലെങ്കിലോ? ഈ പെൺകുട്ടിയുടെ മുന്നിൽ പോയി നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഈ പെൺകുട്ടിയുടെ മുന്നിൽ പോയി നമ്മൾ നിർത്തുന്നതിന് മുട്ടുകിടന്ന് പറഞ്ഞിട്ടിരിക്കും. ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുന്നത് അത് വേറൊരു ലെവലാ. അത് പൊട്ടനും പൊട്ടിയായാൽ തന്നെ കർത്താവിനോട് കൂടെ പോകാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് കെട്ടും കാണി എടുത്തിട്ട് അവിടെ ചെന്ന് ഇത് മാറാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീവനോട് കാണുമോ? നമ്മൾ ചിന്തിക്കണം. അത് വെറുതെ നമ്മള് നിസ്സാരമാക്കി തള്ളിക്കളയരുത്. അവൾ സേവിച്ചിരുന്ന ദൈവം ആരാണെന്ന് അവൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. പ്രവാചകന്റെ അടുക്കൽ ഇവനൊന്ന് ചെന്നാൽ ആ രോഗം മാറ്റിക്കൊടുക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് പ്രവാചകൻ സേവിക്കുന്നതെന്ന്, പ്രവാചകൻ പ്രതിനിധിയായി നിലകൊള്ളുന്നതെന്ന് ഉത്തമമായ ഒരു ബോധ്യം അവൾക്കുണ്ടായിരുന്നു. സ്തോത്രം. സാഹചര്യത്തിന് മുൻപിൽ അവൾ പതറിയില്ല. അവസ്ഥകളുടെ മുൻപിൽ അവൾ ചഞ്ചലപ്പെട്ടില്ല. ഒരു ചഞ്ചലപ്പെടും ഇല്ലാതെ അവൾ ധൈര്യത്തോടുകൂടെ പറയുക. ഇവിടെയാണ് വേദപുസ്തകം പറയുന്ന ചില വാക്യങ്ങൾ ഇതിന്റെ മുൻപിൽ കൊണ്ടുവയ്ക്കേണ്ടത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധം ഒക്കെ നീ ഓർക്കണം. വാസ്തവത്തിൽ ഇവൾ എന്ത് ചെയ്യണമായിരുന്നു? ഈ പെൺകുട്ടി എന്ത് ചെയ്യണമായിരുന്നു? ആ കുടുംബത്തിന്റെ നാശമാണ് അവള് ആഗ്രഹിക്കേണ്ടത്. വേദനയുടെ മുൻപിലും അവളുടെ ഹൃദയത്തിനകത്തുള്ള വിശ്വാസം അവൾ മറ്റൊരു വ്യക്തിയുടെ, അവളുടെ നന്മയ്ക്കല്ല, മറ്റൊരു വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിന്റെ പ്രതിനിധികളായിട്ടാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നത്. നമ്മിലൂടെ ചില വസ്തുതകൾ മറ്റുള്ളവർ കാണണം. ഇനി നയമാൻ അവിടെ ചെന്നു സൗഖ്യം പ്രാപിച്ച് വന്നു കഴിഞ്ഞാൽ ഇവള്, എന്റെ ഭാര്യ പറഞ്ഞ, തല വെച്ചുകൊണ്ട് നടക്കും. അവളെ കാരണം അത്രയും സ്നേഹവാത്സല്യം കൊണ്ട് അവളെ ആ മനുഷ്യൻ എന്ത് ചെയ്യും? ആ കുടുംബം പൊതിയും. വചനം പറയുന്നത് അവൻ പരാക്രമശാലിയാ, വശകുഷ്ഠരോഗിയാ, മിടുക്കനാണ് ആള്. ഒരു 4 പേരുടെ മുന്നിൽ പോയ നേരം നിൽക്കാൻ പറ്റില്ലെന്ന് മാത്രം. അപ്പൊ ദൈവം ആ പെൺകുഞ്ഞിനെ ആ ഭവനത്തിലേക്ക് പറഞ്ഞു വിട്ടത് ആ ഭവനത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ അവൾ ആഗ്രഹിച്ചു പോയതല്ല, പിടിച്ചുകൊണ്ടുപോയതാണ്. അപ്പൊ ചില ഇടങ്ങളിൽ തമ്പുരാൻ നമ്മെ ആക്കി വെക്കുന്നത് ചില ദൈവിക പ്രവൃത്തി ആ ഇടത്ത് വെളിപ്പെടുവാൻ വേണ്ടിയാണ്. അത് നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ ആരാഗ്രഹിക്കുന്നു? നമുക്കുണ്ടോ ആ കാര്യം? നമുക്ക് നമേണമേ എന്നുള്ളൊരു ചിന്ത മാത്രമല്ലേ ഉള്ളൂ. സ്തോത്രം. അവിടെയാണ് ദൈവിക പദ്ധതി
ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തേണ്ട ഇടം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പൊ തെളിയണം, എങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ, തൊപ്പി കിട്ടുള്ളൂ. ആ വാക്യം ഒന്ന് വായിച്ച്, യാക്കോബ് 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, ആ വാക്ക് ശ്രദ്ധിക്കണം, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത കിരീടം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സഹിച്ചില്ലെങ്കിലോ? ആ വാക്ക് വളരെ ചിന്തനീയമാണ്. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്. അപ്പൊ ദൈവ സ്നേഹത്തിന്റെ ഒരടയാളം എന്തെന്ന് ചോദിച്ചാൽ പരീക്ഷ ഉണ്ട്, കഷ്ടത ഉണ്ട്. അത് മാറാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പോകില്ല. സഹോദരൻ, എന്നാൽ അതിന്റെ മുൻപിൽ ജയിപ്പാൻ കഴിയും. സ്തോത്രം. നമ്മൾ ആകേണ്ടതുപോലെ ആയി കഴിയുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മളാകുമ്പോൾ, നീക്കുപോക്ക് നൽകി സഹായിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുവാനിടയാകും. സ്തോത്രം. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ എളുപ്പം നടക്കുന്ന കാര്യമല്ല. വേദപുസ്തകം പറയുന്ന ചില സത്യങ്ങൾ നമ്മൾ മറക്കരുത്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമർ 4:16 മുതൽ ഒന്ന് വായിച്ചേ. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. അവകാശികൾ ആകുന്നത്. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിലേ ഈ അവകാശം പ്രാപിക്കാൻ കഴിയുള്ളൂ. ഇനി വായിച്ചു. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന്. അപ്പൊ അബ്രഹാമിന് വിശ്വാസം വേണം. വായിച്ചോ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അപ്പൊ അതുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ വചനവുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്ത ഒന്നിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും, അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടോ? അബ്രഹാം എന്തു വിശ്വസിച്ചു? അവിടെ എഴുതിയിരിക്കുന്ന, മുകളിൽ എഴുതിയിരിക്കുന്ന വാക്ക്, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. അബ്രഹാം എന്താണ് വിശ്വസിച്ചത്? അബ്രഹാം ആരെയാണ് വിശ്വസിച്ചത്? അബ്രഹാം എങ്ങനെയാണ് വിശ്വസിച്ചത്? അബ്രഹാം എങ്ങനെയാണ് ആശ്രയിച്ചത്? ഒരു പൊട്ടനെ പോലെ. മേളിൽ നോക്കിയ ആകാശം, കീഴെ നോക്കിയ ഭൂമി, അതിന്റെ മധ്യത്തില് ഒന്നുമില്ല. ആരാ പറഞ്ഞത്? കർത്താവ് പറഞ്ഞു. ആ ദൈവ ശബ്ദം കേട്ടതായ അബ്രഹാം പിന്നെ മുൻപോട്ടും പുറകോട്ടും എന്ത് ചെയ്തില്ല. അവിടെയാണ് ആ ദൈവിക ബന്ധമാണ് വിലപ്പെട്ടത്. ആരെങ്കിലും പറഞ്ഞിട്ട് സ്നാനപ്പെട്ടതുകൊണ്ടൊന്നും കർത്താവിന്റെ പുറകെ പോകാൻ പറ്റില്ല. ആരെങ്കിലും സ്നാനപ്പെടാൻ പറഞ്ഞു സ്നാനപ്പെട്ടത് കൊണ്ടും എന്തെങ്കിലും കടകട പൊട്ടിച്ചതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല.
സ്വർഗത്തിൽ പോകണമെങ്കിൽ വേദപുസ്തകം വെച്ചിരിക്കുന്ന വ്യവസ്ഥയുണ്ട്. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന കിരീടം പ്രാപിക്കണമെങ്കിൽ എന്തുണ്ടാകണം? പരീക്ഷ സഹിക്കണം. സ്തോത്രം. അതിട്ട് നമ്മളെ കൊണ്ടിട്ട് കഴിയൂല. നമ്മൾ ഫാസ്റ്റ് ഫുഡിന്റെ ആൾക്കാരാ. എപ്പോഴും നമ്മൾ പറയുന്നത് കർത്താവ് ഓക്കെ മോനെ ടിക്, ഓക്കെ മോനെ ടിക്, ഹോ എന്റെ ദൈവം, എന്റെ ദൈവം. ടിക്ക് ഒരു പ്രാവശ്യം ടിക്ക് വീഴാതിരുന്ന് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്ത് നടക്കാതെ? ഞാൻ ഇത്രയും ഉപസിച്ചിട്ട് എന്താ കാര്യം നടക്കാതെ? ഈ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ആകാൻ വേണ്ടിയാണ്. ഉപവാസം പ്രാർത്ഥന അതിനു വേണ്ടിയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ആകാൻ തയ്യാറാകുമ്പോൾ അബ്രഹാം ചിലത് വിട്ടിട്ടാണ് മുൻപോട്ട് യാത്ര ചെയ്തത്. അവൻ അത്യാവശ്യം സുഖകരമായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്നാണ് പറഞ്ഞത്, നീ നിന്റെ ദേശം വിടണം, ചാർച്ചക്കാരെ വിടണം, പിതൃഭവനം വിടണം, ഞാൻ കാണിപ്പാലിരിക്കുന്ന ദേശത്തേക്ക് പോകണം. വട്ടല്ലേ അവന്? അവന് വട്ടല്ലായിരുന്നു. അവൻ ദൈവത്തെ കണ്ടു, ദൈവം പറഞ്ഞത് അവൻ കേട്ടു, അതനുസരിച്ചു, അവൻ യാത്ര ചെയ്തു. അതാണ് ദൈവമായുള്ള ആ ബന്ധം. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച എന്താ? ക്രിസ്തുവിനെ, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കിരീടം പ്രാപിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകൾ എന്ത് ചെയ്യും? പ്രമാണിക്കും. സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അതങ്ങനെ അനുസരിക്കണോ എന്നാലും ചോദിക്കുവോ? കുഴിയെ വീഴാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? കുഴിയെ ചാടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? വചനം പറയുന്നത് എന്ത് ചെയ്യില്ല. ഇതാരും കൊണ്ടുപോയി കുഴി ചാടിക്കാത്തതാ വചനം. ഇതെന്ത് ചെയ്യില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അവരൊരു ലവ് ലെറ്റർ കൊണ്ട് കയ്യിൽ തരും. എന്നിട്ട് അതിൻ്റെ താഴെ ഒപ്പിട്ട് കൊടുക്കാൻ പറയും. പ്രധാനപ്പെട്ട ഒന്ന്, ഓപ്പറേഷൻ ചെയ്യുന്ന ആളാരാണോ ആ ആളുടെ ഒപ്പ് വേണം. പിന്നെ വേണ്ടപ്പെട്ടവരാരൊക്കെയാണോ അവരുടെ ഒപ്പും വേണം. ഇത് വായിച്ചു നോക്കിയിട്ടാണ് അത് ഒപ്പിട്ട് കൊടുക്കുന്നത്. ആരെയും വായിച്ചു നോക്കിയിട്ടാണോ ഒപ്പിടുന്നത്? അല്ല. അവരതിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? അത് ഒപ്പിട്ട് കൊടുക്കാനായിട്ട് കണ്ണടച്ചെന്ത് ചെയ്യും? വേഗം ഒപ്പിട്, വേഗം ഒപ്പിട്. എന്തെങ്കിലും ഒരു കയ്യബദ്ധം പറ്റിക്കഴിഞ്ഞാൽ തീർന്നു കച്ചവടം അതോടുകൂടെ. അതിനൊരു കുഴപ്പവും ആർക്കും ഇല്ല. എന്നാൽ ഈ മാറ്റമില്ലാത്ത വചനം അനുസരിക്കേണ്ട കാര്യം പറഞ്ഞാലോ, പിന്നെ അങ്ങനെയൊന്ന് വേണോ? ഇങ്ങനെ പോലെ മതി, നീ നോക്കൂ. ലോകപരമായിട്ടുള്ള ഏത് കാര്യങ്ങളുടെ മുൻപിലും ചോദ്യം ചെയ്യാതെ നമ്മൾ അനുസരിക്കും. ദൈവവചനത്തിന്റെ മുൻപിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ അസം പിടിച്ചുകൊണ്ടിരിക്കും. ലോകപരമായ കാര്യം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ വചനത്തോട് ചേർന്ന് നിന്നാൽ, വചനത്തെ മുറുകെ പിടിച്ചാൽ, വചനത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ, ആ വചനത്തിന്റെ ശക്തിയും മഹത്വവും പ്രവൃത്തിയും ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ മതിയായ ഒരു ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന്
നമുക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന്, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന്, നിന്റെ വേദനകൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് ഒരു ഉറപ്പ് വ്യക്തിപരമായി ഉണ്ടാകണം. അതാണ് യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ ആശ്രയവും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മളതിന്റെ റോമാലേഖനത്തിൽ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ചില വാക്കുകളുണ്ട്. വാസ്തവമായിട്ട് തലമുറയോടുള്ള ബന്ധത്തിലാണ് ഈ തിരുവചന ഭാഗം നിലകൊള്ളുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ എന്ത് ചെയ്തില്ല? നമ്മളോ 10 ദിവസം പ്രാർത്ഥിച്ച് 11ാമത്തെ ദിവസം കാര്യം നടന്നില്ലെങ്കിൽ ആ പ്രാർത്ഥന എന്ത് ചെയ്തു? സെക്കറിയാവ് സംഭവം പുരോഹിതനായിരുന്നു. മനസ്സിലാക്കുന്നത് ശരിക്കും ആത്മാർത്ഥമായിട്ട് അവർ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. ഒരു തലമുറ വേണം. പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. ആ സമയത്താണ് ദൂതം വരുന്നത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഒരു കുഞ്ഞ് ലഭിക്കും. ഈ വയസ്സാം കാലത്തോ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് നാളുകൾക്ക് വർഷങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിച്ചതാ. എനിക്ക് തോന്നുന്നു ഒരു 19 വർഷമെങ്കിലും മുൻപ് പ്രാർത്ഥിച്ച വിഷയമാ. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയിട്ട് ഇപ്പൊ ഒരു 10-70 വയസ്സായപ്പം അപ്പാപ്പനായി കഴിഞ്ഞപ്പോ മറുപടിയായിട്ട് തമ്പുരാൻ വന്നിരിക്കുക. അവൻ പറഞ്ഞു, ഇത് ഏതൊന്നിനാലോ ഞാൻ തിരിച്ചറിയില്ല. അവിടെയാണ് അബ്രഹാമിന്റെ വിശ്വാസവും സക്കറിയാവിന്റെ വിശ്വാസവും ഒന്ന് താരതമ്യം ചെയ്യേണ്ടത്. നമ്മുടെയും വിശ്വാസവും ഒന്ന് താരതമ്യം ചെയ്യണം. ന്യായമായൊരു വിഷയം ദൈവകരത്തിൽ കൊടുത്താൽ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവകരമുണ്ട്. സ്തോത്രം. അത് തക്ക സമയത്തെ പ്രവർത്തിക്കുകയുള്ളൂ. സെക്കറിയാവിന് ജനിച്ചതായ പുത്രൻ ആർക്ക് വേണ്ടി വഴിയൊരുക്കേണ്ടവനാ? കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കേണ്ടവനാ. പ്രാർത്ഥിച്ച സമയത്ത് മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ ഒരു 10-60-70 വയസ്സായാലും മുതുക്കൻ കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ ലേല പറഞ്ഞ് എന്ത് ചെയ്തേ. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത് തക്ക സമയത്താണ്. സമയം തെറ്റില്ല. സ്തോത്രം. പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനൊരു തിരുവചന ഭാഗമുണ്ടല്ലോ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. പക്ഷെ നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ദൈവമായുള്ള ബന്ധം, ന്യായമായൊരു വിഷയം ദൈവകരത്തിൽ കൊടുത്താൽ അതിനെന്തുണ്ട്? മറുപടി ഉണ്ട്. അത് നിശ്ചയമാണ്. കാരണം ദൈവം ഒരു കാര്യം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയില്ല. സ്തോത്രം. ആ സ്ഥാനത്തേക്ക് വേണ്ടി ഒരു വ്യക്തിയെ കണ്ടെങ്കിൽ ആ വ്യക്തി ഗുണം പിടിക്കാതെ വന്നാൽ വ്യക്തിയെ മാറ്റി അടുത്ത വ്യക്തിയെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അത് ദൈവത്തിന്റെ പരമാധികാരമാണ്.
പക്ഷെ വിഷയം എന്ത് ചെയ്യും? നിറവേറും. ശൗലിനെ ദൈവം കണ്ടത് 40 വർഷത്തെ രാജ്യഭരണം നടത്താനാണ്. 2 വർഷം അവൻ കോണം പിടിച്ച് ഭരിച്ചു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തമ്പുരാൻ വേറെ ആളെ എന്ത് ചെയ്തു? അപ്പോയിന്റ്മെന്റ് ചെയ്തു. സ്തോത്രം. പക്ഷെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടും അഭിഷേക തൈലം വീണിട്ടും അവൻ അലഞ്ഞും വലഞ്ഞ് നടക്കുന്നേ. എത്ര വർഷം? 1-2 വർഷമല്ല. ക്ഷമയോടെ അവൻ കാത്തിരുന്നു. ക്ഷമയോടെ. വേണമെങ്കിൽ അവനെ എന്ത് ചെയ്യാമായിരുന്നു? കൊല്ലാമായിരുന്നു. ആ സ്ഥാനം ഏറ്റെടുക്കാമായിരുന്നു. പല സന്ദർഭങ്ങളിൽ അവന്റെ കൈകളിൽ അവനെ കിട്ടിയതാണ്. എന്നിട്ടും എന്ത് ചെയ്തില്ല? അവനെ ഇല്ലാതെയാക്കിയില്ല. അവിടെയാണ് ഈ തിരുവചന ഭാഗത്തിന്റെ ആ ആധികാരികത വെളിപ്പെടുന്നത്. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം. അത് വരും നിശ്ചയമാണ്. ശരീരം ബലഹീനമാണോ? ആണെന്നേ. എന്നാൽ അതിന്റെ മധ്യത്തിൽ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവിശ്വാസം ജീവിതത്തിൽ വരത്തക്കവണ്ണം ശത്രുവായവൻ പല സന്ദർഭങ്ങളിൽ അവനോട് വാദിച്ചു കാണോ. ഹല്ലേലൂയ. അബ്രഹാമേ, ഇനി നിനക്ക് എവിടുന്ന് തലമുറ ഉണ്ടാകാനാ? ഹല്ലേലൂയ. നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടടാ. നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ അശക്തനാണ്. അവൻ കഴിവുകെട്ടവനാണ്. എന്നൊരു പക്ഷേ ശത്രുവായവനവന്റെ പുറകെ നടന്ന് അവനോട് പറഞ്ഞു കാണോ. എന്നാൽ അബ്രഹാം അവിശ്വാസത്തിൽ സംശയിക്കാതെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്തത് അവൻ നിവർത്തിച്ചു തരുവാൻ ശക്തനാണെന്ന് ഉറച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരറ്റി. ദൈവമേ, ക്രിസ്തീയ ജീവിതം വിലപ്പെട്ടതാ. നിന്നെ വിളിച്ചത് വട്ടം കറക്കാനല്ല. നിന്നെ വിളിച്ചത് വ്യക്തമായൊരു പദ്ധതി പ്രകാരമാണ്. നിന്നെ നട്ടിരിക്കുന്നത് ഹല്ലേലൂയ വിശിഷ്ടമായൊരു സ്ഥാനത്താ. നീ അവിടെ നിന്നുകൊണ്ട് ഉടമസ്ഥനോട് ചേർന്ന് നിന്നാൽ നിന്നെ പണിയെടുക്കുവാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം മതിയായവനാണ്. സ്തോത്രം. ശത്രു അട്ടഹസിക്കട്ടെ, ശത്രു അവകാശം പറയട്ടെ, നടക്കില്ലെന്ന് പറയട്ടെ. അവരോട് പറയണം, പിശാചേ, നീ അല്ല ജയിച്ചവൻ. ഞാൻ സേവിച്ച ദൈവമാ, ഞാൻ വിശ്വസിച്ച ദൈവമാ, ഞാൻ ആശ്രയിച്ച ദൈവമാ. അതാര് പറയണം? ആദരം കൊണ്ട് നമ്മൾ പറയണം. അബ്രഹാമിന്റെ ജീവിതത്തിൽ അവന്റെ ചെവിയിൽ നടന്ന്, നമ്മൾ ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, ചെവിയിൽ മൂട്ട പോയതുപോലെ ശത്രുവായ പിശാച് പറഞ്ഞു കാണാം, അബ്രഹാമേ, നിന്റെ ശരീരം ബലഹീനമാണ്, നിന്റെ ഭാര്യയുടെ ശരീരം ബലഹീനമാണ്, അവയവങ്ങളെല്ലാം നിർജീവമായി, ഇനി എങ്ങനെ തലമുറയുണ്ടാകോ? ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിച്ചു തരുവാൻ അശക്തരാണെന്ന് ഒരു 10,000-ത്തിലധികം പ്രാവശ്യം പുറകെ നടന്ന് പറഞ്ഞു കാണാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഇല്ല വിചാരേ, വാഗ്ദത്തം ചെയ്തത് നിവർത്തിച്ചു തരുവാൻ അവൻ വിശ്വസ്തനാണെന്ന് ഹല്ലേലൂയ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ. ഇല്ലാത്ത ഒന്നിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ വിശ്വസിക്കുവാൻ, ഒരു ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയെങ്കിൽ ഇന്ന് പകലൊന്ന് പറ, അവസ്ഥയെ മാറ്റുക, സാഹചര്യത്തെ മാറ്റുക, ഒരു ദൈവമായ സേവിക്കുക. എന്റെ ദൈവം, ആ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല, ആ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല.
ആ ദൈവത്തിന്റെ മുൻപിൽ അസാധ്യം എന്നത് ഒന്നില്ല. സ്തോത്രം. ഈ പകൽ പൂർണ്ണമായി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. പൂർണ്ണമായി ദൈവമുഖത്തേക്ക് നോക്കാം. ഹല്ലേലൂയ. അരാമ്യർ കവർച്ചയായി പോരുന്ന സമയത്ത് പിടിച്ചു കൊണ്ടുവന്ന പെൺകുഞ്ഞ, യജമാനന്റെ നന്മയ്ക്ക് വേണ്ടി അവൾ പറഞ്ഞു വിട്ടത്. സ്തോത്ര. അതിന്റെ ചിത്രങ്ങളെല്ലാം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ അവന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നത്, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവന്റെ ശരീരം ഒരു ചെറിയ ബാലന്റെ ശരീരം പോലെ രൂപാന്തരപ്പെടുന്നത് കാണുവാൻ കഴിയും. മാറ്റം വരുന്നത് കാണുവാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, എന്ന് അവന്റെ ശരീരത്തിൽ കുഷ്ഠരോഗം ബാധിച്ചുവോ ആ അവസ്ഥയിലേക്ക് അവൻ മടങ്ങി വന്നു. എപ്പോഴാണ് മടങ്ങി വന്നത്? അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ, പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ പാലിപ്പാൻ തയ്യാറായപ്പോൾ. അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അവൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, പ്രവാചകൻ വന്ന ഹല്ലേലൂയ ആ രോഗത്തിന്റെ മേലെ നാട്ടി പ്രാർത്ഥിക്കുമെന്ന് അവൻ ചിന്തിച്ച്, ഹല്ലേലൂയ പ്രവാചകൻ അവന്റെ മുഖത്ത് പോലും നോക്കിയില്ല. ഹല്ലേലൂയ അവനോട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്ത് പോയിട്ട് മുങ്ങടാന്ന് പറഞ്ഞു. അതവനൊന്നും ഇഷ്ടപ്പെട്ടില്ല. പലപ്പോഴും നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ നടക്കണം. അത് നടന്നില്ലെങ്കിൽ അങ്ങ് നമ്മൾ നമ്മുടെ മുഷ്ക് കാണിക്കും. അവനും അവന്റെ മുഷ്ക് കാണിച്ചു. പക്ഷേ അവന്റെ കൂടെ വന്നതായ ബാല്യക്കാർ പറഞ്ഞത് അവൻ അനുസരിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? അവന്റെ ജീവിതത്തിൽ സമൂലമായൊരു മാറ്റമുണ്ടായി. ഹല്ലേലൂയ. ഈ പകൽ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, നമ്മുടെ ആശ്രയം ഒന്ന് വർദ്ധിക്കട്ടെ, നമ്മുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റമുണ്ടാകുവാനിടയാകട്ടെ, സാഹചര്യത്തിന് ഹല്ലേലൂയ ഒരു മാറ്റമുണ്ടാകുവാനിടയാകട്ടെ. ഹല്ലേലൂയ. നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട, അവസ്ഥകൾക്കൊരു മാറ്റമുണ്ടാകട്ടെ, വിശ്വാസത്തിന് വർധനമുണ്ടാകട്ടെ, ദൈവാശ്രയം വർദ്ധിക്കട്ടെ. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഒരു ബോധ്യമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനെ അപ്പന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നു. അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം. മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തിയും പ്രവൃത്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുക. ഈ ദേശത്ത് ദൈവമുഖത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമുഖത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തി ഈ നാളുകളിൽ നിറവേറുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുക. നിവർത്തിയായി അത് വെളിപ്പെടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുക. കർത്താവേ, സമയം തെറ്റാതെ വണ്ണോ ഹല്ലേലൂയ ചില പ്രവർത്തികൾ വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ പോകുന്നതിനായി സ്തോത്രം. ശത്രു പരാജയപ്പെടുന്നതിനായി സ്തോത്രം. ദൈവമഹത്വം കാണുന്നതിനായി സ്തോത്രം. അങ്ങനെ കരത്തിൽ അതിനായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി നൽകി ആദരിക്കും ദൈവകൃപയ്ക്ക് സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.